കെപിസിസിയിൽ ജംബോ കമ്മിറ്റിക്ക് സാധ്യത. ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം 24 നിന്ന് 40 എത്തിയേക്കും. സെക്രട്ടറിമാരുടെ എണ്ണം 100-നടുത്തെത്തുമെന്നും സൂചന. വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണം 9 ആയേക്കും. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ അപസ്വരങ്ങൾ പരമാവധി ഒഴിവാക്കാനാണ് നീക്കം. ഫോൺ സംഭാഷണ വിവാദത്തിൽ സ്ഥാനം തെറിച്ച പാലോട് രവിക്കും പദവി നൽകും. KR സാജുവിന്റെ വിശദാംശങ്ങൾ നൽകാനായി. സാജു, പ്രധാനപ്പെട്ട ആരൊക്കെ പട്ടികയിൽ വരാനാണ് സാധ്യത? പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ ഒഴിവാക്കാൻ നേതൃത്വത്തിന്റെ ഇടപെടൽ എങ്ങനെയാകും? DCCകളിൽ മാത്രമല്ല കാര്യമായ മാറ്റം വരാൻ പോകുന്നത് എന്നാണ് ജീന ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. KPCCയിലും വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങളിലേക്ക് വരാൻ പോകുന്നു. ആ മാറ്റങ്ങൾ കൂടുതൽ പേരെ ഉൾക്കൊള്ളിക്കുക എന്ന നിലയിലുള്ള മാറ്റമായിരിക്കും. അതായത് ഇപ്പോഴത്തെ കമ്മിറ്റിയെ വിപുലീകരിക്കുക എന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. അതായത് KPCCയിൽ ഒരു ജംബോ കമ്മിറ്റി വരാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സുധാകരൻ KPCC അധ്യക്ഷനായപ്പോൾ ജംബോ കമ്മിറ്റികൾ പ്രവർത്തിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം 24 പരിമിതപ്പെടുത്തിയിരുന്നു. അതുപോലെ വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണം 4 എത്തിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ അവിടെ നിന്നുള്ള പുതിയ മാറ്റത്തിലേക്കാണ് പോകാൻ പോകുന്നത്. നിലവിലുള്ള ഭാരവാഹികളിൽ ഭൂരിഭാഗത്തെയും നിലനിർത്തിക്കൊണ്ട് ചിലരെ മാത്രം ഒഴിവാക്കിക്കൊണ്ടും കൂടുതൽ പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുമുള്ള കമ്മിറ്റി വരാൻ പോകുന്നു. KPCC ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം 24 നിന്നും 40 വരെയും എത്തും എന്ന സൂചനകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. നിലവിൽ 4 വൈസ് പ്രസിഡന്റുമാരാണ് KPCCക്കുള്ളത്. അത് 9 ഉയരും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ KPCC സെക്രട്ടറിമാരെ നിയമിക്കേണ്ടതുണ്ട്. സുധാകരന്റെ കാലത്ത് മുമ്പുണ്ടായിരുന്നവർക്ക് പല ഘട്ടങ്ങളായി ചാർജ് നൽകുക എന്ന നിലയിൽ അവരെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന നിലയാണ് ഉണ്ടായിരുന്നത്. സെക്രട്ടറിമാരുടെ നിയമനം പൂർണ്ണാർത്ഥത്തിൽ നടന്നിരുന്നില്ല. അവിടേക്ക് 100ഓളം സെക്രട്ടറിമാരെ നിയമിക്കാനുള്ള തീരുമാനമാണ് പുതിയ നേതൃതലത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ധാരണകൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് ഇനിയുള്ള ഏറ്റവും വലിയ വെല്ലുവിളി KPCC നേതൃത്വത്തിന് മുന്നിൽ. ആ സമയത്ത് അപസ്വരങ്ങൾ ഉണ്ടാക്കാൻ നേതൃത്വം ആഗ്രഹിക്കുന്നില്ല. കൂടുതൽ ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഒപ്പം ഫോൺ സംഭാഷണ വിവാദത്തെ സ്ഥാനം തെറിച്ച തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവിയെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകും. അദ്ദേഹത്തെ KPCC ഭാരവാഹിയാക്കാനുള്ള ഒരു നീക്കമാണ്, ആലോചനയാണ് ഇപ്പോൾ നേതൃത്വത്തിന് മുന്നിലുള്ളത്. ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ പദവിയിലേക്കോ ഒക്കെ പരിഗണിക്കാം എന്ന തരത്തിലുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. മാത്രമല്ല മുമ്പ് സുധാകരന്റെ മുമ്പുണ്ടായിരുന്ന കമ്മിറ്റിയുടെ കാലത്തെ DCC അധ്യക്ഷന്മാരിൽ പലർക്കും ഇപ്പോൾ സ്ഥാനങ്ങൾ ഇല്ലാതെ ഉള്ള അവസ്ഥയുണ്ട്. അവരെയൊക്കെ കൂടി ഈ പുനഃസംഘടനയുടെ ഭാഗമായി KPCC നേതൃത്വത്തിലേക്ക്, KPCC സെക്രട്ടറിമാരടക്കമുള്ള നിർവാഹക സമിതി അംഗങ്ങൾ അടക്കമുള്ള പദവികളിലേക്ക് കൊണ്ടുവരിക എന്ന തരത്തിലുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. KPCCക്ക് കുറച്ച് കാലമായി ട്രഷറർ ഇല്ല. ആ ട്രഷറുടെ നിയമനവും ഇതോടനുബന്ധിച്ചുണ്ടാവും. ഏതായാലും പഴയതുപോലെ ഒരു ചുരുങ്ങിയ നിലയിലുള്ള കമ്മിറ്റി ആയിരിക്കില്ല. സുധാകരന്റെ കാലത്തേതുപോലെയുള്ള ഒരു കമ്മിറ്റി ആയിരിക്കില്ല. വിപുലമായ ഒരു കമ്മിറ്റിയാണ് സണ്ണി ജോസഫും സംഘത്തിന്റെയും കീഴിൽ നിലവിൽ വരാൻ പോകുന്നു എന്ന സൂചനകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. അത്തരം ചർച്ചകൾ നേതൃതലത്തിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. മുൻ KPCC അധ്യക്ഷന്മാർ അടക്കമുള്ളവരുമായി ഇക്കാര്യത്തിലുള്ള ആശയവിനിമയങ്ങൾ പൂർത്തിയായി. ജംബോ കമ്മിറ്റിക്കാണ് സാധ്യത. ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം 24 നിന്ന് 40 എത്തിയേക്കും. ഫോൺ സംഭാഷണത്തിൽ സ്ഥാനം ഒഴിയേണ്ടി വന്ന പാലോട് രവിക്കും പദവി നൽകാനാണ് തീരുമാനം. KR സാജുവാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.